പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നീ തിരിച്ചു വന്നാൽ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ ജീവിതത്തിൻ്റെ വഴികളെ ഒരുക്കി നിന്നെ പുതുജീവിതത്തിലേക്ക് നയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന കർത്താവിൻ്റെ അതിശക്തമായ ഒരു അഭിഷേക വചനമിതാ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകുവാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ പകലും രാത്രിയും അഗ്നിമേഘസ്തംഭങ്ങളായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന അഭിഷേക വചനം. ജീവിതത്തിൽ തകർച്ചകളിലൂടെയും പാപാവസ്ഥകളിലൂടെയും കടന്നുപോയ ഇസ്രായേൽ സമൂഹത്തെ ദൈവം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ മനസ്സ് കാണിച്ച ഇസ്രായേൽ സമൂഹത്തെ രാത്രിയും പകലും ഇതാ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ഇന്നലകൾ ഏതുമായിക്കൊള്ളട്ടെ, ചില പതനങ്ങളിലൂടെ, ചില പാപാവസ്ഥകളിലൂടെ, ചില തെറ്റായ ബന്ധങ്ങളിലൂടെ, ചില അടിമത്തങ്ങളിലൂടെ ഒക്കെ നീ കടന്നു പോയിട്ടുണ്ടോ? പ്രിയമുള്ള മകനെ, മകളെ, സാരമില്ല. നീ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് മനസ്സ് കാണിച്ചാൽ ദൈവം നിനക്ക് പുതിയ വഴിയൊരുക്കും. നോക്കിയേ, പകല് മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ മനസ്സ് കാണിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒരിക്കലും മാറി നിൽക്കുകയില്ല. മറിച്ച് ചേർത്ത് പിടിച്ച് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് ഇതാ പ്രത്യാശയുടെ കാനാൻ ദേശത്തേക്ക് എന്നതുപോലെ പുതുജീവിതത്തിൻ്റെ ആത്മീയ നിറവിലേക്കും അഭിഷേക ചൈതന്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ഇന്നലകളിലെ വീഴ്ചകളെ, സങ്കടങ്ങളെ, പാപാവസ്ഥകളെ, ദുശീലങ്ങളെ, തെറ്റായ ബന്ധങ്ങളെ എല്ലാം നിന്റെ സന്നിധിയോട് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ മടങ്ങി വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന, വഴിതെളിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നൽകി എൻ്റെ ജീവിതത്തെ അഭിഷേകപൂരിതമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെ, ഇന്നിൻ്റെ എല്ലാ ഉദ്യമ മേഖലകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും